ബൈബിളിലെ ഭക്തവനിതകൾ എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് 10ാം ഭാഗമാണ്. മഗ്ദലക്കാരി മറിയയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയല്ല ഈ മറിയ. എങ്കിലും കർത്താവിൻ്റെ ഒരു ശിഷ്യയായിരുന്നു. കർത്താവിനെ സ്നേഹിച്ച, ഏറ്റവും അധികം കർത്താവിനെ സ്നേഹിച്ച് ആ ശിഷ്യവൃന്ദത്തിൽ ചേർന്ന് നിന്ന ഒരു മഹതിയായിരുന്നു മഗ്ദലക്കാരി മറിയ എന്ന് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഈ പഠനത്തിലേക്ക് പോകാം. ആരായിരുന്നു മഗ്ദലക്കാരി മറിയ എന്ന് ആദ്യം തന്നെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് കുറേ ബൈബിൾ ഭാഗങ്ങൾ നമുക്ക് വായിക്കുവാൻ താല്പര്യമുണ്ട്. അതിൽ തന്നെ 1-ാമത്തെ വചനം ആദ്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സസ് 1, 2 and 3 വായിക്കാം. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ ഊസയുടെ ഭാര്യ യോഹന്നെയും ശൂശനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇവിടെ മഗ്ദലക്കാരി മറിയയെക്കുറിച്ച് ഉള്ള കാര്യം നാം വായിച്ച് കേട്ടു. ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ അവൾ ഭൂതം ബാധിച്ച ഒരവസ്ഥയിലായിരുന്നു യേശുവിനെ കണ്ടുമുട്ടുന്നത്. അവളുടെ ദേശം മഗ്ദല എന്ന ഒരു മീൻപിടുത്ത ഗ്രാമമായിരുന്നു. ഗലീലക്കടലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു തുറമുഖ, ഒരു നദി, കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമോ ചെറിയ പട്ടണമോ ആയിരുന്നു മഗ്ദല എന്ന ദേശം. അവിടുത്തുകാരി ആയതുകൊണ്ടാണ് മഗ്ദലക്കാരി എന്ന് പറയുന്നത്. ആ ദേശത്തിൻ്റെ പേര് മഗ്ദല എന്നാണ്. ഈ മഗ്ദലക്കാരി മറിയയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നാം കാണുന്നു. 13 പ്രാവശ്യം ഈ മറിയയുടെ പേര് ബൈബിളിൽ 4 സുവിശേഷങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ അവളുടെ അവസ്ഥ വളരെ സങ്കടകരമായിരുന്നു, ദയനീയമായിരുന്നു. പിശാച് ബാധിച്ചിരുന്നതുകൊണ്ട് എപ്പോഴും സാത്താൻ്റെ ബാധയും ഉപദ്രവവും ടോർമെൻറ്റും അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മാനസികമായ ആന്തരികമായ വലിയ പോരാട്ടങ്ങളും സ്ട്രഗിൾസും അവൾക്ക് ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അത് നിമിത്തം അവളുടെ ദേശത്ത് അവൾ വളരെ അപമാനിതയായിരുന്നു. എല്ലാവരും സുബോധമില്ലാത്തവൾ അല്ലെങ്കിൽ പിശാച് ബാധിച്ചവൾ എന്ന് ഒരാളെ വിളിച്ചാൽ അത് നമുക്കറിയാം, അത് വളരെ സന്തോഷകരമായ കാര്യമല്ല. അവളെ സംബന്ധിച്ച് അത് വളരെ വേദനയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അവൾ പലപ്പോഴും വളരെ നിസ്സഹായയായി, പ്രത്യാശയില്ലാത്തവളായി, ഹോപ്പ്ലെസ്സായിട്ട് കാണപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൾ നിസ്സഹായയായിരുന്നു. ആർക്കും അവളെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല, സഹായിപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് നാം ഈ മഗ്ദലക്കാരിയെ കാണുന്നത്. ആ കാര്യം ബൈബിളിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അവളിൽ നിന്ന് യേശു കർത്താവ് 7 ഭൂതങ്ങളെ പുറത്താക്കിയെന്നുള്ള കാര്യം നാം ബൈബിളിൽ 1-ലധികം പ്രാവശ്യം വായിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ദയനീയമായ സാഹചര്യത്തിൽ നമ്മുടെ കർത്താവായ യേശു അവളെ ശ്രദ്ധിച്ചു. അവളുടെ ഭൂതബാധയുടെ അവസ്ഥയെക്കുറിച്ച് കണ്ട് അവളോട് സഹതാപം തോന്നി, അവളെ സൗഖ്യമാക്കി. അങ്ങനെ അവൾ യേശുവിനെ അനുഗമിക്കാൻ ആരംഭിച്ചു. യേശുവിനോടൊപ്പം ശിഷ്യന്മാരുടെ ഒരു ടീം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സുവിശേഷ പ്രചരണ സംഘത്തിലെ ആ ടീമിൽ ചില സഹോദരിമാർ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആദ്യം മുതൽ തന്നെ ഈ മറിയയും ജോയിൻ ചെയ്തു, ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മറിയയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. ദ ചോസൻ എന്ന വീഡിയോയിൽ കുറച്ച് ഭാവന കലർത്തി ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നിക്കോദിമോസ് എന്ന ആ വലിയ ഉപദേഷ്ടാവ്, ആ റബ്ബി വന്ന് കുന്തിരുക്കമൊക്കെ പുകച്ച് ഇവളെ ഭൂതബാധ ഒഴിപ്പിക്കാനൊരു ശ്രമം നടത്തുന്നതായിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശ്രമം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ഇവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അവളെ വഴിയിൽ വെച്ച് നിക്കോദിമോസ് കാണുമ്പോൾ അവൾ ആകെ മാറി, ഭൂതബാധയൊക്കെ മാറി, നോർമലായിട്ട് അവളെ കാണുന്നു. അവളോട് ചോദിക്കുന്നു, നിനക്കെന്ത് പറ്റി, എന്താണ്, നിനക്ക് എങ്ങനെ ഈ വ്യത്യാസം ഉണ്ടായി?
അവൾ ചുരുക്കമായിട്ട് കാര്യങ്ങൾ പറയുന്നു. യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത് എന്ന് പറഞ്ഞു. അവിടെയാണ് നിക്കോദിമോസിന് യേശുവിലുള്ള താല്പര്യം വരുന്നത്. അങ്ങനെ യേശുവിനെ കാണാൻ നിക്കോദിമോസ് ആദ്യം തന്നെ ചെല്ലുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ആദ്യം തന്നെ നിക്കോദിമോസ് ചെല്ലുന്നു. പിന്നെ യേശുവിൽ താല്പര്യമുണ്ടാകുന്നു. ഒടുവിൽ യേശുവിൻ്റെ അടക്കത്തിന് അരിമത്തിയിലെ യോസഫിനോടൊപ്പം രഹസ്യ ശിഷ്യനായിരുന്ന നിക്കോദിമോസും ചെന്ന് സഹായിക്കുന്ന കാര്യമൊക്കെ നാം കാണുന്നുണ്ട്. അത് ഒരു പശ്ചാത്തലമാണ്. അത് എല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല, എങ്കിലും അത് നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. പോട്ടെ, ഇവിടെ നാം കാണുന്ന കാര്യം, യേശുവിന് അവളുടെ കാര്യത്തിൽ താല്പര്യമുണ്ടായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ നിസ്സഹായമായ അവസ്ഥയിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് രാത്രി യേശുവിൻ്റെ അടുത്ത് വരുവാനും, നിങ്ങളുടെ വളരെ അന്ധകാരം നിറഞ്ഞ, നിങ്ങളുടെ പ്രയാസമുള്ള ആ സാഹചര്യത്തിൽ, നിങ്ങളെ ആർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, നിങ്ങളുടെ കുറവുകളെയും വീഴ്ചകളെയും ഒക്കെ പരിഗണിക്കാതെ അതിനപ്പുറത്തായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശു നമ്മുടെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മുടെ സ്നേഹിതനാകുവാൻ താല്പര്യപ്പെടുന്നു. വായിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നിനിയും പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നു. നോക്കുക, യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരായി പരിഗണിക്കുന്നു, നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. ഈ സ്ത്രീയെക്കുറിച്ചും അവളുടെ പ്രയാസമുള്ള ഘട്ടത്തിൽ യേശു അവളെ സഹായിച്ചു, ഭൂതങ്ങളെ തുരത്തി, അവളെ സൗഖ്യമാക്കി. അവൾ യേശുവിനെ അടുത്തുള്ള ഇനിയുമുള്ള 3.5 വർഷവും യേശുവിനെ, അല്ലെങ്കിൽ 3 വർഷം യേശുവിനെ അനുഗമിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഈ മറിയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ട്. അത് ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്ന പാപിയായ സ്ത്രീ ഈ മഗ്ദലക്കാരിയാണ് എന്ന് പൊതുവെ ആളുകൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ പലരും പറഞ്ഞ് പഠിപ്പിക്കാറുമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ അതിന് ആധാരമില്ല. ഈ സ്ത്രീ, ഈ മറിയ ഒരു പാപിയായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയല്ല, 3 മറിയമാരെക്കുറിച്ച് നാം ബൈബിളിൽ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് വായിക്കുന്നു. ഒന്ന് മഗ്ദലക്കാരത്തി മറിയയാണ്. രണ്ടാമത്തേത് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്ന പാപിയായ ആ സ്ത്രീയാണ്. അവളുടെ പേര് മറിയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അടുത്തത് ബേഥാന്യയിലെ മറിയ, ലാസറിൻ്റെ സഹോദരിയാണ്. ഈ 3 ആളുകളും 3 വ്യത്യസ്തരായ ആളുകളാണ് എന്ന് നാം തിരിച്ചറിയണം. ആ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകരുത്. ഈ മഗ്ദലക്കാരത്തി ഒരു വേശ്യാസ്ത്രീ ആയിരുന്നോ പാപിയായിരുന്നോ എന്നും ബൈബിളിൽ ഒരിടത്തും സൂചിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, യേശു മഗ്ദലക്കാരി മറിയെ വിവാഹം ചെയ്തു എന്ന് ഇപ്പോഴത്തെ ആളുകൾ നമ്മുടെ തലമുറയിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള കാരണം, കുറച്ചു കാലം മുമ്പ് ഡാവിൻസി കോഡ് എന്ന പുസ്തകം ഇറങ്ങി. അത് യേശുവിനെ കളിയാക്കുന്ന, യേശുവിനെ പരിഹസിക്കുന്ന, യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന എതിരായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറിയെ സംബന്ധിച്ച്, മഗ്ദലക്കാരത്തിയെ സംബന്ധിച്ച് ഇതൊന്നും വാസ്തവമായ കാര്യമല്ല. അവളിലുള്ള ഭൂതത്തെ യേശു തുരത്തി സൗഖ്യമാക്കി അവൾ യേശുവിനെ അനുഗമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മറിയയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും ചില വചനങ്ങൾ വായിച്ച് ഇവൾ ആരായിരുന്നു, എങ്ങനെയുള്ളവളായിരുന്നു, അവളുടെ കഥ ബൈബിളിലെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവൾ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. എന്നിട്ട് ആ കാര്യത്തോട്, യേശുവിനോട് അവൾക്ക് വലിയ ഒരു നന്ദിയുണ്ട്. ഷീ ഈസ് എ പേഴ്സൺ ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. യേശുവിനോട് ഉള്ള തൻ്റെ ആദരവും സന്തോഷവും അവൾ അറിയിച്ചുകൊണ്ട് യേശുവിനെ ഇനിയുള്ള കാലം അവൾ അനുഗമിക്കുന്നതായിട്ട് കാണുന്നു. എങ്ങനെയാണ് അവളുടെ ക്രിസ്തുവിനോടുള്ള നന്ദി രേഖപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ അവൾ ചെയ്തു. ഒന്ന്, യേശുവിൻ്റെ ആ കൂട്ടത്തിൽ, ആ ടീമിൽ കൂടി ചേർന്ന്, ശിഷ്യന്മാരോട് ചേർന്ന് യേശുവിന് ആവശ്യമുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു മുമ്പിൽ നിൽക്കുന്ന ഒരുവളായിരുന്നു. യേശുവിനെ മിനിസ്ട്രി ചെയ്യുന്ന, സാമ്പത്തികമായിട്ടുമൊക്കെ യേശുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഈ മറിയ.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൾക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെയുള്ള ഒരു വീട്ടിൽ നിന്നായിരിക്കണം. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടും യേശുവിൻ്റെ ശുശ്രൂഷയിൽ അവൾക്ക് സഹായിക്കാനായിട്ട് കഴിഞ്ഞത്. നമുക്ക് 2-3 വചനങ്ങൾ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 40-41 വാക്യങ്ങൾ വായിക്കാം. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സസ് 40 and 41. സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെ അമ്മ മറിയയും ശലോമിയും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവനോട് കൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇവിടെ ഈ മഗ്ദലക്കാരി മറിയ യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടും അവനെ അനുഗമിക്കുന്നതായിട്ടും ഒക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും യേശുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് ആ സമയത്തും ഈ മഗ്ദലക്കാരി മറിയ യേശുവിനെ അടക്കിയ ആ ഇടം സൂക്ഷിച്ചു നോക്കി അവൾ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേ അധ്യായത്തിൻ്റെ 46-ഉം 47-ഉം വചനങ്ങളാണ്. വേഴ്സസ് 46 and 47 വായിക്കാം. അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പൊതിഞ്ഞു, പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറ വാതിക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു. അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കിക്കണ്ടു. ഇവിടെ ഈ മഗ്ദലക്കാരി മറിയ യേശുവിനെ അടക്കം ചെയ്ത സ്ഥലം വരെ വന്ന് നോക്കി കണ്ടുകൊണ്ട് അവിടെ നിന്നു. അവൾക്ക് യേശുവിനുള്ള പ്രത്യേകമായ യേശുവിനോടുള്ള സ്നേഹവും താല്പര്യവും ഒക്കെയാണ് അത് കാണിക്കുന്നത്. അടുത്ത കാര്യം, യേശുവിനോട് അവൾ നന്ദി കാണിച്ചതിൻ്റെ രീതി എന്ന് വെച്ചാൽ, അവൾ വിടാതെ യേശുവിൻ്റെ ക്രൂശ് വരെയും പിന്നീട് ശേഷമുള്ള അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യം കാണുന്നവളായിട്ടും ഒക്കെ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വചനം നോക്കുക. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവൾ വളരെ ദൂരെ അല്ലാതെ ഒരു സ്ഥലത്ത്, അവൾക്ക് സാധിക്കുന്ന ഒരു സ്ഥലത്ത് അവൾ നോക്കി നിൽക്കുന്നു. യോഹന്നാൻ 19:25, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 25. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. അവിടെ സ്ത്രീകൾക്ക് ഈ ക്രൂശിൻ്റെ അടുത്തൊന്നും വരുവാനായിട്ട് ആ സമൂഹത്തിൽ അത്ര സാധ്യത ഉണ്ടായിരുന്നില്ല. എങ്കിലും സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ് അവളെ ക്രൂശിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നിൽക്കുവാനും ഈ സാഹചര്യത്തിൽ സഹതപിക്കുവാനും യേശുവിന് ഒരുപക്ഷെ ഇവരുടെയൊക്കെ സാന്നിധ്യം ഒരാശ്വാസമാകും. അതുകൊണ്ടാണ് അവർ അവിടെ വന്ന് നിന്നത്. ഇനിയും യേശുവിൻ്റെ കല്ലറയ്ക്കലും ചെല്ലുന്നതായിട്ട് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 60-ഉം 61-ഉം വാക്യങ്ങൾ വായിക്കാം. മാത്യു 27:60 and 61. താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. കല്ലറയ്ക്കെതിരെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു. ഇവിടെ കല്ലറയ്ക്ക് അടുത്തും എങ്ങനെയാണ് യേശുവിനെ അടക്കിയത്, ഏത് സ്ഥലത്താണ്, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് മറിയ അവിടെ ഇരിക്കുന്നതായിട്ടും വിടാതെ വീട്ടിലെങ്ങും പോകാതെ അതിനോട് ചുറ്റിപ്പറ്റി അവിടെ നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതൊക്കെയും തനിക്ക് യേശുവിനോടുള്ള കടപ്പാടും നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, യേശുവിനെ അടക്കിയതിന് ശേഷം തൻ്റെ കല്ലറയിൽ ചെന്ന് സുഗന്ധവർഗ്ഗങ്ങളുമായിട്ട് പോകുവാനുള്ള ശ്രമമാണ്. അതിന് മുൻകൈ എടുക്കുന്ന മഗ്ദലക്കാരി മറിയയാണ്. നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 3 വരെ. മാർക്ക് 16 വേഴ്സസ് 1, 2 and 3 നമുക്ക് വായിക്കാം. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന്റെ സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അത്തികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ല് ഉരുട്ടി കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവിടെ മഗ്ദലക്കാരി മറിയ കല്ലറയ്ക്കൽ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് ചെല്ലുന്നു. ഇതൊക്കെയും സ്നേഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും അടയാളങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സസ് 1 and 2. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വാതിക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു.
കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. വളരെ നന്ദിയുള്ള, കൃതജ്ഞത ഉള്ള, സ്നേഹമുള്ള ഒരു ഹൃദയമായിരുന്നു ഈ സഹോദരിയുടേത് എന്ന് ഈ അനേക വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൾക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് അവളുടെ ജീവിതം മുഴുവനും ഈ മിനിസ്ട്രിക്ക് വേണ്ടി, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാരോടൊപ്പം അവളും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയും, എല്ലാ ശുശ്രൂഷകളും സേവനങ്ങളും, ക്രൂശിൻ്റെ അടുത്തുവരെയും പോവുകയും കല്ലറയ്ക്കൽ പോവുകയും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ നന്ദിയുള്ള ഹൃദയത്തോടെ ഇതെല്ലാം ചെയ്യുന്ന ഒരു മറിയയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് മറിയയ്ക്ക് വലിയ അനുഗ്രഹം ദൈവം കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ആ അനുഗ്രഹം? അത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ, താൻ ഉയർത്തെഴുന്നതിൻ്റെ ശേഷം ആദ്യമായി കാണാനുള്ള വലിയ അനുഗ്രഹവും ഭാഗ്യവും ലഭിച്ചത് ഈ മറിയയ്ക്കായിരുന്നു. അത് ചെറിയൊരു കാര്യമല്ല. താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യന്മാരായ യോഹന്നാനോ പത്രോസിനോ ഒന്നും ആ സൗഭാഗ്യം, അനുഗ്രഹം ഉണ്ടായില്ല. ഈ പാവപ്പെട്ട സ്ത്രീക്ക്, 7 ഭൂതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഈ സ്ത്രീക്കാണ് ആ അനുഗ്രഹം കിട്ടിയത് എന്ന് വെച്ചാൽ അത് ദൈവം അവളെ മാനിച്ചു എന്നുള്ളതിൻ്റെ, അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഭൗതികമായ അനുഗ്രഹങ്ങളല്ല, ആത്മീയമായ ഒരു നന്മയും അനുഗ്രഹവുമാണ് അവൾക്ക് കിട്ടിയത്. നമുക്കത് വായിക്കാം. മർക്കോസ് 16-ാം അധ്യായം 9-ാം വചനം വായിക്കാം. മാർക്സ് ഗോസ്പൽ 16:9 നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. നോക്കുക, ആദ്യം മഗ്ദലക്കാരി മറിയയ്ക്ക് യേശു പ്രത്യക്ഷനായി. ഇത് കുറഞ്ഞ ഒരു കാര്യമല്ല, ഇതൊരു വലിയ പദവിയാണ്. ആദ്യമായി യേശുവിൻ്റെ ഉയർത്തതിന് ശേഷം കാണാൻ കിട്ടുന്ന ആ അനുഗ്രഹം എന്ന് മാത്രമല്ല, മറ്റൊരു അനുഗ്രഹം കൂടെ അവൾക്ക് യേശു കൊടുത്തു. അതായത് ഈ സദ്വർത്തമാനം, യേശു ജീവിച്ചിരിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം തൻ്റെ ശിഷ്യന്മാരെയും ലോകത്തെയും ആദ്യമായിട്ട് പോയി അറിയിക്കാനുള്ള ആ വലിയ അനുഗ്രഹവും ഈ പാവപ്പെട്ട സഹോദരിക്കാണ്, ഈ മറിയയ്ക്കാണ് ദൈവം കൊടുത്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 16 മുതൽ 18 വരെ നമുക്ക് വായിക്കാം. ജോൺ 20:16-18 നമുക്ക് വായിച്ചു കേൾക്കാം. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ഇത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഈ സദ്വർത്തമാനം, ഉയർപ്പിൻ്റെ ഈ സദ്വർത്തമാനം ആദ്യമായി ലോകത്തെ അറിയിക്കുവാൻ, ഞാൻ കണ്ടു, യേശു ജീവിച്ചിരിക്കുന്നു, അവൻ എനിക്ക് പ്രത്യക്ഷനായി എന്ന് ധൈര്യസമേതം പറയുവാനുള്ള ആ വലിയൊരു പ്രിവിലേജ്, ഒരു അനുഗ്രഹം മറിയയ്ക്കാണ് ലഭിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്, തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നത് അതൊരിക്കലും പാഴല്ല, അത് വലിയ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതിനുശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടി യഹൂദന്മാരെ പേടിച്ച് മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ അവിടെയും മഗ്ദലക്കാരി മറിയ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യം നോക്കിയാൽ അവിടെ സഹോദരിമാരും മറിയയും മറ്റു പലരും, ഈ മറിയയുടെ പേരോടെ പറയുന്നില്ല, അവർ ഒരുമിച്ച് കൂടി ശിഷ്യന്മാരോട് ഒരുമിച്ച് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് കാണാൻ സാധിക്കും. ആക്ട്സ് ചാപ്റ്റർ 1:14 വായിക്കാം. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഈ സ്ത്രീകളോട് കൂടെ ഇവരെ സഹോദരിമാരായ എല്ലാ സ്ത്രീകളും, യേശുവിൻ്റെ അമ്മയായ മറിയയും മറ്റ് എല്ലാ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും കൂടെ ചേർന്ന് വലിയൊരു സംഘം കൂടിയിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഒരു പക്ഷേ ഈ മഗ്ദലക്കാരി മറിയയും തീർച്ചയായിട്ടും ആ കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കും. കാരണം അവൾ ഒന്നിനും മാറി നിൽക്കുന്നവളല്ല. കർത്താവിൻ്റെ കാര്യത്തിൽ, ശുശ്രൂഷയ്ക്ക് എല്ലാം മുൻപിൽ നിന്ന് ക്രൂശിൻ്റെ അടുത്തും പിന്നെ കല്ലറയ്ക്കലും അതിനുശേഷം ഉയർത്തതിൻ്റെ ശേഷമൊക്കെയും യേശുവിനെ വിടാതെ അനുഗമിച്ച ഈ ദൈവദാസി നിശ്ചയമായിട്ടും അവിടെ
കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. പെന്തക്കോസ്ത് നാളിലെ അനുഗ്രഹമൊക്കെ കിട്ടിയ ഒരു സഹോദരി ആയിരിക്കണം. എങ്കിലും ഈ മറിയെക്കുറിച്ച് പറയുമ്പോൾ വലിയ പോപ്പുലാരിറ്റിയോ വലിയ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അവൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മാറിയിരിക്കുന്ന, തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാക്ഷിയായിരുന്നു. യേശുവിൻ്റെ വിസ്താരത്തിലും ക്രൂശീകരണത്തിലും മരണത്തിലും പിന്നീട് അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും ഒക്കെയും യേശുവിൻ്റെ കൂടെ വിടാതെ നിന്ന ഒരു സഹോദരിയായിരുന്നു ഈ മഗ്ദലക്കാരി മറിയ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ഈ മറിയയുടെ ജീവിതത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കാം. മറിയയുടെ ജീവിതത്തിലെ നമുക്ക് പഠിക്കുവാൻ കൊള്ളാവുന്ന ചില സത്യങ്ങൾ നമുക്ക് ഇനി ശ്രദ്ധിക്കാം. മറിയയുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും നാം കേട്ടുകഴിഞ്ഞു. ഇനിയും ചില അനുകരിക്കാൻ കൊള്ളാവുന്ന ചില മാതൃകകൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. ഒരു 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ആത്മീകമായ പാഠങ്ങളാണ്, നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കൊള്ളാവുന്നതുമായ കാര്യങ്ങളാണ് എന്ന് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പഴയ കാലത്തെ അനുഭവങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കുന്ന കാര്യം ആകേണ്ടതില്ല. വിശേഷാൽ നിങ്ങളുടെ പഴയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അല്ലെങ്കിൽ തോൽവികൾ, ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളെ രക്ഷിക്കുവാനും കഴിയും. അതാണ് മറിയയുടെ കാര്യത്തിൽ നാം പഠിക്കുന്നത്. 7 ഭൂതങ്ങൾ ബാധിച്ച് പ്രത്യാശയില്ലാതെ ദുരിതത്തിൽ ജീവിച്ചിരുന്ന ഈ സ്ത്രീയെ യേശു കരുണ തോന്നി അവളെ സൗഖ്യമാക്കി. അവൾ ഇന്ന് യേശുവിൻ്റെ സാക്ഷിയായി കൂടെയുണ്ട്. ഉദ്ദേശം 3 വർഷങ്ങൾ യേശുവിൻ്റെ മിനിസ്ട്രിയിൽ അവൾ പങ്കാളിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രിയ സഹോദരങ്ങളെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെയും നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നേരിട്ട അവസ്ഥകളെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാതെ അതിനെക്കുറിച്ച് അനുദപിച്ച് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വന്നിട്ട് ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് സഹായം തേടുകയും അതിനുശേഷം ശുദ്ധീകരണം പ്രാപിച്ചവരായി ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവി ലഭിച്ച് കർത്താവിനെ അന്വേഷിച്ച് ദൈവത്തിനായിട്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മാനുഷികമായ ബലഹീനതകളും കുറവുകളും എത്രയുണ്ടെങ്കിലും അത് കർത്താവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയാത്ത അത്ര വലുതല്ല. എത്ര പ്രതിസന്ധിയാണെങ്കിലും ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ വീഴ്ചകളും കുറവുകളും പാപങ്ങളും നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ ബാധിക്കേണ്ട ആവശ്യമില്ല. അതിനെ നിങ്ങൾക്ക് തള്ളിക്കളഞ്ഞ് ശുദ്ധീകരണത്തോടെ ക്രിസ്തുവിൽ ഉള്ള അംഗീകാരത്തോടെ നിങ്ങൾക്ക് ധൈര്യമായി ഈ മറിയ ചെയ്തതുപോലെ വളരെ കോൺഫിഡൻസോടെ ധൈര്യത്തോടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ, മിനിസ്ട്രി, ശുശ്രൂഷ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഈ മറിയ വളരെ പാഷനേറ്റ് ആയിരുന്നു. വളരെ ആവേശത്തോടെ തീവ്രമായ ആഗ്രഹത്തോടെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയായി തീർന്നു. അവൾ പാതി മനസ്സോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചല്ല, പൂർണ്ണമായ മനസ്സോടെയാണ് അവൾ പൂർണ്ണമായിട്ടും ഇൻവോൾവായി പങ്കാളിയായി കർത്താവിൻ്റെ വേലയിൽ ആയിരുന്നു. അത് നമുക്കൊരു വെല്ലുവിളിയല്ലേ? നമുക്കൊക്കെയും ദൈവം ചെയ്യുവാനായിട്ട് പല ശുശ്രൂഷകളും പ്രവൃത്തികളും തരുന്നുണ്ട്. ചെറുതോ വലുതോ ആയിരിക്കാം. അത് പ്രസംഗിക്കുന്നതായിരിക്കാം, പാട്ട് പാടുന്നതോ പ്രാർത്ഥിക്കുന്നതോ മക്കളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ചിലരോട് സുവിശേഷം അറിയിക്കുന്നതോ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതോ ഒക്കെ ആകാം. അവിടെയൊക്കെ നിങ്ങൾ ശുഷ്കാന്തിയോടെ നല്ല മനസ്സോടെ കർത്താവിനെന്നവണ്ണം ക്രിസ്തുവിൻ്റെ മനസ്സോടെ അത് ചെയ്യണം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ എവിടെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഏതിലൊക്കെയാണ് നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മറിയ ഒരു ദൃഷ്ടാന്തമാണ്. അവൾക്ക് ലഭിച്ച പണവും ദൈവം കൊടുത്ത ആരോഗ്യവും സമയവും സ്വാധീനങ്ങളും എല്ലാം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ക്രിസ്തുവിനെ സേവിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുവാനും ഭക്ഷണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ വേണ്ട ആ ഗ്രൂപ്പിൽ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുവാനായിട്ട് മറിയ എപ്പോഴും മുൻപിലുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നല്ല ഒരു കൂട്ടം ആളുകളോടെ, ശിഷ്യന്മാരുടെ ആ കൂട്ടത്തിൽ അവൾക്കും ചേർന്ന് പ്രവർത്തിക്കുവാൻ കൊടുത്ത ആ അവസരത്തെ അവൾ വിലമതിച്ചു. ഞാൻ നിങ്ങളും ഏത് കൂട്ടത്തിലാണ് ഉൾപ്പെട്ട് നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആത്മീയ വളർച്ച. ദൈവത്തെ സ്നേഹിക്കുന്ന ശുഷ്കാന്തിയുള്ള നല്ല മനുഷ്യരുടെ കൂടെ നാം കൂടിച്ചേർന്ന് പോയാൽ നാമും അവരെപ്പോലെ ശുഷ്കാന്തിയുള്ളവരാകും. ക്രിസ്തുവിൻ്റെ മനസ്സ്
പ്രാപിച്ചവളായിരുന്നു ഈ സഹോദരി എന്ന് പറയാം. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. 1 Corinthians chapter 2 verse 16 നമുക്ക് വായിക്കാം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവർ ആകുന്നു. ഈ കാര്യം ഉറപ്പിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. കർത്താവേ, അങ്ങയുടെ മനസ്സോടുകൂടെ അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ പണത്തോടുള്ള മനോഭാവം എന്തായിരുന്നു? എനിക്കും അത് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാമോ? പിന്നീട് ഈ മറിയയെക്കുറിച്ച് പറഞ്ഞാൽ അവൾ വിശ്വാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവൾ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ യേശുവിൻ്റെ ആ ടീമിലേക്ക് അവളും ചാടി ഇറങ്ങി പുറപ്പെട്ടു. ഭാവി എന്തായിത്തീരും എന്നൊന്നും അവൾ ആലോചിച്ചില്ല. തനിക്ക് സൗഖ്യം നൽകിയ, തനിക്ക് വിടുതൽ നൽകിയ ഈ ഗുരുവിൻ്റെ കൂടെ പൂർണ്ണ മനസ്സോടെ വിശ്വാസത്തോടെ അവൾ ചാടി പുറപ്പെട്ടു. അവൾക്കുണ്ടായിരുന്ന പണമൊക്കെയും ഈ ശുശ്രൂഷയിലേക്ക് അവൾ കൊടുത്തു. 3 വർഷത്തോളം യേശുവിൻ്റെ ആ ടീമിൽ നന്മയിലും തിന്മയിലും നല്ല സമയത്തും പ്രതിസന്ധികളിലുമൊക്കെ അവൾ കൂടെ നിന്നു. യേശുവിൻ്റെ മിനിസ്ട്രി എപ്പോഴും അത്ര ഈസി ആയിരുന്നില്ല, എപ്പോഴും അത്ര നല്ല എളുപ്പമുള്ളതായിരുന്നില്ല. അന്നത്തെ മത നേതാക്കളൊക്കെയും യേശുവിനെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു, എതിർത്ത് നിന്നു, ഭീഷണിപ്പെടുത്തി. ഒടുവിൽ തങ്ങളുടെ നേതാവിനെ റോമൻ സർക്കാർ പിടിച്ചുകൊണ്ടുപോയി ആ നേതാവിനെ ക്രൂരമായി അടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവിടെ ഒന്നും നിരാശപ്പെട്ടു പോകാതെ വിശ്വാസത്തോടെ ഈ മറിയ പിടിച്ചു നിന്നു. പ്രാർത്ഥനയോടെ ആ ക്രൂശിൻ്റെ അടുത്ത് വരെ പോയി നിന്ന് ആശ്വാസം കൊടുക്കുവാനും സഹായിക്കുവാനും ഒക്കെ ഈ മറിയയ്ക്ക് സാധിച്ചു. 4-ാമത്തെ കാര്യം, ലജ്ജിക്കാത്ത ഒരു സാക്ഷിയായിരുന്നു. താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ അവൾക്ക് മടിയുണ്ടായിരുന്നില്ല. അത് പുനരുത്ഥാനത്തിൽ യേശുവിനെ കണ്ടതിന് ശേഷമാണ്. യേശു പറഞ്ഞു, നീ എൻ്റെ ശിഷ്യന്മാരോട് പോയി പറയുക. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, യേശു ജീവിച്ചിരിക്കുന്നു, ഞാൻ കണ്ടു, പുനരുത്ഥാനം ചെയ്ത യേശുവിനെ ഞാൻ കണ്ടു എന്ന് അവൾ വിളിച്ചു പറഞ്ഞു. സന്തോഷത്തോടെ അവൾ പ്രൊക്ലെയിം ചെയ്യുകയാണ്, ഞാനും നിങ്ങളും നമുക്ക് ലഭിച്ച ഈ സദ്വർത്തമാനം ഈ കാലങ്ങളിൽ പങ്കുവയ്ക്കുന്നവരും മറ്റുള്ളവരോട് പറയുന്നവരുമാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മഗ്ദലക്കാരി മറിയയെക്കുറിച്ചാണ് നാം ഇന്ന് രാത്രി കേട്ടത്. മറിയയെക്കുറിച്ച് പറഞ്ഞാൽ ബൈബിളിലെ ഏറ്റവും അധികം മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ഉത്സാഹം പകരുന്ന ഒരു സ്ത്രീ ആയിരുന്നു മഗ്ദലക്കാരി മറിയ. ക്രിസ്തുവിനോടുള്ള കൃതജ്ഞതയും നന്ദിയും നിമിത്തം ക്രിസ്തുവിൻ്റെ ടീമിൽ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ അവൾ മനസ്സ് വെച്ചു. ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും മഹത്വമേറിയ ഒരു നല്ല റോൾ മോഡൽ, ഒരു മാതൃകയായിരുന്നു മറിയ എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ മറിയയെപ്പോലെ നമുക്ക് ലഭിച്ച ആത്മീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നോക്കിയിട്ട് നമ്മുടെ ആയുഷ്കാലം മുഴുവനും നന്ദിയുള്ള ഹൃദയത്തോടെ, പൂർണ്ണമായ സമർപ്പണത്തോടെ, ഒരു പേരും ഒരു മാന്യതയും ഒരു സ്ഥാനവും മാനവും പോപ്പുലാരിറ്റിയും ഒന്നും ആഗ്രഹിക്കാതെ, യേശുവേ, ഞാൻ അങ്ങയെ ശുശ്രൂഷിക്കും, അങ്ങയെ സേവിക്കും, അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയുവാൻ ഇന്ന് രാത്രി നാം മനസ്സ് വയ്ക്കുമോ? അതാണ് മറിയ ചെയ്തത്. അവൾക്ക് പേരും പ്രശസ്തിയും ഒന്നും വേണമായിരുന്നില്ല. അവൾക്ക് നന്ദിയുള്ള ഹൃദയമായിരുന്നു അവളുടെ അസറ്റ് എന്ന് പറയാൻ സാധിക്കും. ആ നല്ല ഹൃദയം അവൾ നിലനിർത്തി. യേശുവിൻ്റെ കൂടെ അവൾ പോയി. ദൈവം അവൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. നമുക്കും ദൈവം വലിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. കർത്താവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.